നിങ്ങളുടെ വൈഫൈ എക്സ്റ്റൻഡറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതാണ് വൈഫൈ എക്സ്റ്റൻഡർ. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ഒരു റൂട്ടർ ഉണ്ടാവും. അതായത് ഇതിപ്പോൾ നമ്മുടെ വീടാണെന്ന് വിചാരിക്കാം. വീടിൻ്റെ അകത്തുള്ള ഒരു പോർഷൻ, അതായത് ഇത് നമ്മുടെ വീട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും മുറികളൊക്കെ ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ടർ, അതായത് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു മോഡം ഇരിക്കുന്നത് ആക്ച്വലി ഈ ഒരു ഹോളിലോ മറ്റോ ഏതെങ്കിലും ഒരു കോർണറിലോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം മോഡം ഇരിക്കുന്നത്. മോഡം അവിടെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റേഞ്ച്, അതായത് നമുക്ക് സാധാരണയായിട്ട് ആ ഒരു വൈഫൈ റേഞ്ച് ചിലപ്പോൾ ഈ ഒരു റൂമിലോട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള റൂമിലോട്ടോ ഒക്കെ കിട്ടുന്നതില്ല. അതായത് ഈ ഒരു റൂമിലോട്ടോ അല്ലെങ്കിൽ ഈ റൂമിലോട്ടൊന്നും നമുക്ക് ഈ ഒരു മോഡത്തിൻ്റെ റേഞ്ച് ഇത്തരം റൂമിലോട്ട്, അകലെയുള്ള റൂമിലോട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നോർമൽ മോഡങ്ങളിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ ഒരു വൈഫൈ എക്സ്റ്റൻഡർ, ഇതുപോലത്തെ ഒരു വൈഫൈ എക്സ്റ്റൻഡർ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു റൂട്ടറിൻ്റെ വൈഫൈ ഇതിൻ്റെ ഒരു 50% കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഈ ഒരു എക്സ്റ്റൻഡർ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നോർമലി ആൾക്കാർ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈഫൈ എക്സ്റ്റൻഡർ മേടിച്ചിട്ട് ഒരുപാട് ദൂരെ, അതായത് ഇതിൻ്റെ റേഞ്ച് തീരെ ഇല്ലാത്തൊരു കോർണറിലായിരിക്കും ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്റ്റൻഡർ, ഈ വൈഫൈ എക്സ്റ്റൻഡർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മെയിൻ മോഡത്തിൻ്റെ വൈഫൈ പിടിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു എക്സ്റ്റൻഡർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അധികം ദൂരെ വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്റ്റൻഡർ അധികം ദൂരെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈഫൈ റേഞ്ച് ഇവിടെ വരെ എത്താത്തത് കൊണ്ട് തന്നെ ഇതിന് സിഗ്നൽ അധികം പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറപ്പെടുവിക്കുന്ന സിഗ്നൽ, അതായത് ഈ വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ റേഞ്ച് പര്യാപ്തമാകില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് ഇഷ്യൂ മുതലായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പോൾ ഒരു 50% ഒരു സിഗ്നൽ സ്ട്രെങ്ത് വരുന്നിടത്ത് വേണം നമ്മൾ ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡർ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ വൈഫൈ എക്സ്റ്റൻഡർ ഫിക്സ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, സിമ്പിളാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് പോയിൻ്റ് ഉണ്ടാവും, നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടാവും. സോ അവിടെ ജസ്റ്റ് നമ്മൾ ഡെൻ മാറ്റൊക്കെ കുത്തി വെക്കണ പോലെ നമ്മൾ കുത്തി വെച്ചാൽ മാത്രം മതി. അതിൻ്റെ ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ WPS ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കോൺഫിഗർ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എൻ്റെ മെയിൻ ചാനലിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു കാര്യം എക്സ്റ്റൻഡർ വെക്കുമ്പോൾ, എക്സ്റ്റൻഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്, അത് നിങ്ങൾക്കറിയാം. സോ ഇത് കൂടി ശ്രദ്ധിക്കുക. എക്സ്റ്റൻഡർ ഉപയോഗിക്കുമ്പോൾ അധികം ദൂരെ, അതായത് ഒരുപാട് ദൂരെ വെക്കാതെ കറക്റ്റ് ആ ഒരു സ്പോട്ട് 50% കിട്ടുന്ന ഒരു സ്പോട്ടിലൊക്കെ ആണെങ്കിൽ മാക്സിമം റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഡർ അധികം യൂസ് ചെയ്യാതിരിക്കുക. എക്സ്റ്റൻഡറിന്, അതായത് എക്സ്റ്റൻഡർ അത്രയും വയർലെസ് ആയിട്ട് നമുക്ക് വയേർഡ് വലിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് എക്സ്റ്റൻഡർ യൂസ് ചെയ്യുന്നത്. ഇല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ വയർ വലിച്ചിട്ട് അവിടെ റൂട്ടർ ഫിക്സ് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ മാക്സിമം സ്പീഡ് കിട്ടാനായിട്ട് ഇതിൽ നിന്ന് വയർ വലിച്ചിട്ട് അവിടെ ഒരു റൂട്ടർ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ സ്പീഡ് കൂടുതൽ റൂട്ടറിലായിരിക്കും കിട്ടുന്നത്. എക്സ്റ്റൻഡർ അപേക്ഷിച്ച് റൂട്ടറിലായിരിക്കും കൂടുതൽ സ്പീഡ് കിട്ടുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സാപ്പ് ചെയ്തിട്ടും ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.